ഇന്ത്യൻ സിനിമയ്ക്ക് 2024 ഒരു പ്രത്യേക വർഷമായിരുന്നു. വമ്പൻ ഹിറ്റുകളും അപ്രതീക്ഷിത തിരിച്ചുവരവുകളും നിറഞ്ഞ ഒരു വർഷം. കൽക്കി 2898 AD, പുഷ്പ 2 ദ റൂൾ തുടങ്ങിയ വലിയ ഹിറ്റുകൾ ബോക്സ് ഓഫീസിൽ 1000 കോടി കടന്നപ്പോൾ കങ്കുവ, ഇന്ത്യൻ 2 തുടങ്ങി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ ആരാധകരെ അടക്കം നിരാശരാക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഹൊറർ സിനിമകൾ ഈ വർഷം ശരിക്കും റൂൾ ചെയ്തു. പ്രേക്ഷകരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ബോക്സ് ഓഫീസ് കീഴടക്കിയ ചിത്രങ്ങൾ അനവധിയാണ്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഫെബ്രുവരിയിൽ തന്നെ ഹൊറർ തരംഗത്തിന് തുടക്കമിട്ടു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം കേരളത്തിന്റെ മിത്തുകളിലേക്കും നാടോടി കഥകളിലേക്കും ആഴ്ന്നിറങ്ങുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കൂടാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന പ്രത്യേകതയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. 27 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ 59 കോടി നേടി. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായി ഭ്രമയുഗം മാറുകയും ചെയ്തു. കളക്ഷൻ റെക്കോർഡുകളും ഇത് ഭേദിച്ചു. ഭ്രമയുഗം മോളിവുഡിൽ ഹിറ്റടിച്ചപ്പോൾ അജയ് ദേവ്ഗൺ, ജ്യോതിക, മാധവൻ എന്നിവർ അഭിനയിച്ച ഷെയ്ത്താനായിരുന്നു ബോളിവുഡിൽ സൂപ്പർ ഹിറ്റ്. പ്രത്യേകിച്ച് മാധവന്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മാർച്ചിൽ റിലീസ് ചെയ്ത ചിത്രം ജ്യോതികയുടെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്നത് കൂടിയായിരുന്നു. വികാസ് ബഹൽ സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിലുള്ള ചിത്രം 2023 പുറത്തിറങ്ങിയ ഗുജറാത്തി ചിത്രമായ വാഷിന്റെ റീമേക്കാണ്. 65 കോടി ബജറ്റിലെത്തിയ ഷെയ്ത്താൻ ബോക്സ് ഓഫീസിൽ നിന്നും 211 കോടിയാണ് നേടിയത്. പിന്നീട് 2024 ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ബോളിവുഡ് ചിത്രമായി മാറിയിരിക്കുന്നത് സ്ത്രീ 2 ആണ്. ശ്രദ്ധ കപൂറും രാജ്കുമാർ റാവുവും പ്രധാന വേഷത്തിലെത്തിയ സ്ത്രീ 2 മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു. വെറും 50 കോടി ബജറ്റിൽ ഒരുക്കിയ ബോളിവുഡിനെ വിറപ്പിച്ച ഹൊറർ ആക്ഷൻ കോമഡി ചിത്രം ബോക്സ് ഓഫീസിൽ 1000 കോടിക്കടുത്താണ് കളക്ഷൻ സ്വന്തമാക്കിയത്. 2018 ഹൊറർ ചിത്രം സ്ത്രീയുടെ തുടർച്ച കൂടിയാണ് ഈ ചിത്രം. സിനിമയിലെ അക്ഷയ് കുമാറിന്റെ സ്പെഷ്യൽ അപ്പിയറൻസിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. മലയാളത്തിലെ ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴിന്റെ ഹിന്ദി റീമേക്കായ ഭുൽ ഭുലായയുടെ 3ാം ഭാഗമാണ് ഭുൽ ഭുലായ 3. വിദ്യാ ബാലൻ, മാധുരി ദീക്ഷിത്, കാർത്തിക് ആര്യൻ, ദീപ്തി ദ്രിമ്മി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. 150 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം 417 കോടി നേടി. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ബോളിവുഡ് ചിത്രമായി ഇത് ഉയരുകയും ചെയ്തു. സ്ത്രീ 2 ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഹൊററും കോമഡിയും ആക്ഷനും ചേർന്ന ഈ ചിത്രം 1000 കോടി ക്ലബിലേക്ക് അടുക്കുകയായിരുന്നു. കോളിവുഡിൽ ഹിറ്റടിച്ച 3 ചിത്രങ്ങളിൽ ഒന്നാണ് അരൺമനെ 4. സുന്ദർ സി സംവിധാനം ചെയ്ത ചിത്രത്തിൽ തമന്നയും റാഷി ഖന്നയുമാണ് നായികന്മാരായി എത്തിയിരുന്നത്. യോഗി ബാബു, VTV ഗണേഷ്, ദില്ലി ഗണേഷ്, ഗോവെ സരള എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. സുന്ദർ സിയുടെ സ്ഥിരം ഫോർമാറ്റിൽ എത്തിയ ചിത്രത്തിൽ സംവിധായകനും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. 40 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം 100 കോടിക്ക് മുകളിൽ നേടി. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ സിനിമയും ഇടം പിടിച്ചു. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഹൊറർ ചിത്രങ്ങളിൽ ഒന്നായ തുമ്പാഡ് ഈ വർഷം റിലീസ് ചെയ്തിരുന്നു. പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞു. 15 കോടിയായിരുന്നു ചിത്രം 2018 റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിൽ നിന്ന് നേടിയത്. എന്നാൽ റിലീസിൽ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ ചിത്രം 50 കോടിക്ക് മുകളിൽ നേടിയതായാണ് റിപ്പോർട്ടുകൾ. ബോളിവുഡിൽ പല സൂപ്പർ താര സിനിമകളും ഫ്ലോപ്പായി മാറുമ്പോഴായിരുന്നു തുമ്പടിന്റെ മികച്ച വിജയം. ബോളിവുഡിനെ ഈ വർഷം ഏറെ തുണച്ചത് ഹൊറർ സിനിമകൾ തന്നെയാണ്. പഴയതും പുതിയതുമായ ഹൊറർ സിനിമകൾ ഈ വർഷം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാ ഭാഷകളിലുമായ ഹൊറർ സിനിമകൾ ഒരുപോലെ വിജയം നേടിയ ഒരു വർഷമായിരുന്നു 2024 എന്ന് നിസ്സംശയം പറയാം.